أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه ولوالدينا ولمشايخنا ولأساتذتنا ولمن ماتوا منا ولجميع المسلمين والمسلمات. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. وقل اعملوا فسيرى الله عملكم ورسوله والمؤمنون وستردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. صدق الله مولانا العظيم. يتقارب الزمان ينقص العلم ويبقى الشح ويكثر الحرج. قيل ما الحرج يا رسول الله؟ قال القتل، أو كما قال رسول الله صلى الله عليه وسلم. ما جف دم سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما على محمد سيدنا مولانا മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദരണീയനായ സയ്യിദ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവർകളെ, ബഹുമാനമുള്ള ഉലമാക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് ഇനി എത്ര കാലം ഈ ഭൂമിയിൽ നമ്മെ ജീവിപ്പിക്കുന്നുണ്ടോ ആ കാലം മുഴുവൻ നമ്മുടെ ജീവിതം ആർക്കും ഭാരമാകാത്ത വിധം കൃത്യമായി റബ്ബിന് സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യത്തോടെ ജീവിക്കുവാനും, എപ്പോഴാണോ അള്ളാഹു നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നത് അപ്പോൾ പരിപൂർണമായ ഈമാനോടെ മരിക്കുവാനും, മുഴുവൻ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന മഹാസഭയായ മഹ്ശറയിൽ റബ്ബ് പൊരുത്തപ്പെട്ട മഹാന്മാരുടെയും മഹദികളുടെയും കൂട്ടത്തിൽ ഒരുമിച്ച് കൂടുവാനും, ഈ മഹത്തായ സംഗമത്തിൽ പങ്കാളികളാകാൻ എത്തിച്ചേർന്ന നമുക്കും, നമ്മുടെ മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, കൂട്ടുകുടുംബാദികൾ, ഉസ്താദ്, മശായിഖന്മാർ, നാമുമായി ഹൈറായ ബന്ധങ്ങളുള്ളവർക്കും റഹ്മാനായ റബ്ബ് മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബ്, ഈ നല്ല കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ഞങ്ങളോടൊപ്പം പങ്കെടുത്തിരുന്ന പലരും റഹ്മാനെ ഇപ്പോൾ ഞങ്ങളിൽ നിന്നും വേർപെട്ട് വിവിധ പള്ളിപ്പറമ്പുകളിൽ അടക്കപ്പെട്ടവരാണ്. ഇണകളുണ്ട് പടച്ചവനെ, ഞങ്ങളുടെ പൊന്നോമന മക്കളുണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, മശായിഖന്മാർ, ഈ ദീനി കാര്യങ്ങളിലെല്ലാം ഞങ്ങളോടൊപ്പം സജീവമായി സഹകരിച്ചിരുന്നവർ, പടച്ച റബ്ബേ, അവരൊന്നും അവസ്ഥ എന്താണെന്ന് അറിയില്ല റബ്ബേ. ഏതെങ്കിലും നിലയ്ക്ക് അവർ ശിക്ഷയിലാണെങ്കിൽ, വിഷമത്തിലാണെങ്കിലും പടച്ചവരാനെ ഈ നല്ല സംഗമത്തിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്യുന്നു. റഹ്മാനെ, അവരുടെ എല്ലാം ഖബറുകളെ നീ സ്വർഗ്ഗതോപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അടുത്ത ഒരു സംഗമം ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഞങ്ങളിൽ ആർക്കെല്ലാം ഇവിടെ ഉണ്ടാകാൻ കഴിയും എന്നുള്ള വിവരം അല്ലാഹുവേ നിന്റെ അടുക്കലാണ്. എപ്പോഴാണോ ഞങ്ങളെയും ഖബറുകളിലേക്ക് മാറ്റുന്നത് അപ്പോൾ മുതൽ റഹ്മാനെ, ദീർഘമായി കിടക്കേണ്ട ഞങ്ങളുടെ ആ ഭവനം അല്ലാഹുവേ നരകത്തിന്റെ കുഴിയാക്കാതെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനെ, ഈ അബുദാബി ബനിയ സുന്നി സെന്റർ സംഘടിപ്പിച്ചിരിക്കുന്ന പന്നാർ നബിത്തങ്ങളുടെ ഈ മദ്ഹും മനാഖിബും ഈ സലാത്തുമെല്ലാം റൂഹി ഫിദ മിലാദ് ക്യാമ്പയിൻ 2020 എന്ന പേരിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടിയിൽ അല്ലാഹുവേ, ഇതിന്റെ സംഘാടകർക്കും ഇതുമായി സംബന്ധിക്കുന്നവർക്കും എല്ലാം
റബ്ബേ പൊന്നാർ നബി തങ്ങളുടെ ശഫാഅത്തിന് അല്ലാഹുവേ ഇത് കാരണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ നിന്റെ ഹബീബിന്റെ ഹൗദ് കുടിക്കാൻ, ഹൗദിൽ നിന്ന് കുടിക്കാൻ പടച്ചവനെ ഇതുമായി ബന്ധപ്പെട്ടവർക്കും ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്കും എല്ലാം റഹ്മാനെ ഇതൊരു കാരണമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് നമുക്കൊക്കെ തന്നെ ഏറെക്കുറെ അറിയാവുന്നതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തലസ്ഥാന നഗരിയിൽ ഇന്നിപ്പോ ഈ അബുദാബിയിൽ ചെന്നിട്ട് മദ്രസ സംവിധാനങ്ങളെല്ലാം ഈ നിലയ്ക്കൊക്കെ കോർത്തിണക്കിയതിന്റെ വിവരങ്ങളൊക്കെ സ്വാഗത പ്രസംഗനൊക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഈ ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഒരു മദ്രസ ഡൽഹിയിൽ സ്ഥാപിച്ചത്, മദ്രസത്തുർ റഹ്മാനിയ എന്ന പേരിൽ സ്ഥാപിച്ചത് ഈ സയ്യിദ് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം സഹാബിയെ കണ്ട ആളാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെടുമായിരിക്കും. അത് ഒരു സംഭവമാണ്. അതായത് ഈ മദ്രസത്തുർ റഹ്മാനിയയുടെ മുറ്റത്ത് ഒരു പാമ്പ് എഴഞ്ഞു പോകുന്നത് ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു കണ്ടു. സ്വാഭാവികമായും ഒരു പാമ്പ് ഇങ്ങനെയൊക്കെ കയറി വരുമ്പോൾ സാധാരണ മനുഷ്യരുടെയൊക്കെ സ്വഭാവത്തിൽപ്പെട്ടതാണ് അതിനെ അടിച്ചു കൊല്ലുക എന്നുള്ളത്. അദ്ദേഹം ആ പാമ്പിനെ അടിച്ചു കൊന്നു. രാത്രിയായപ്പോൾ പട്ടാള യൂണിഫോമിൽ രണ്ടാളുകൾ വന്നിട്ട് പറഞ്ഞു, അങ്ങയെ രാജാവ് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്, ഞങ്ങൾ ആദരപൂർവം കൊണ്ടുപോകാൻ വന്നതാണ് എന്ന്. ഓ, എന്താണാവോ ഉദ്ദേശം? ഉദ്ദേശം രാജാവുമായിട്ട് അഭിമുഖത്തിന് വേണ്ടിയാണ്. അദ്ദേഹം ഇഷ്ടപ്പെടുന്നു അങ്ങയെ കാണാൻ. ശരി, എന്നാ പോകാം. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും പറക്കുകയാണ്. ആ ഒപ്പം ഇദ്ദേഹത്തിനെ പൊക്കിയെടുത്തുണ്ട് കൊണ്ടുപോയി നിർത്തിയത് ഒരു കോടതിയിലാണ്. കോടതിയിൽ ജഡ്ജി ഉണ്ട്. പ്രതിക്കൂട്ടിൽ ഇദ്ദേഹത്തെ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എത്തിയിരിക്കുന്നത് ജിന്നുകളുടെ കോടതിയിലാണ്. അപ്പൊ ജിന്നായി കൂട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ ഒരു അംഗത്തിനെ നിങ്ങളുടെ മദ്രസയുടെ മുറ്റത്തിട്ട് നിങ്ങൾ അടിച്ചു കൊന്നു, അതുകൊണ്ട് കൊലയ്ക്ക് കൊലയാണ് പ്രതികാരം, അതുകൊണ്ട് നിങ്ങളെ കൊലയ്ക്ക് വിധിക്കുകയാണ് എന്ന്. അപ്പോ മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, മൻ സയ്യാ ബിഗൈരി സയ്യിഹി ഫദമുഹു ഹദറുൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. അശ്ലീയായ ശരിയായ രൂപമല്ലാതെ രൂപം മാറി വരുന്ന ഒരു വ്യക്തിയുടെ രക്തം അത് ഹലാലാണ് എന്ന് പറഞ്ഞാൽ അയാളെ കൊല്ലുന്നതിന് ശിക്ഷയില്ല എന്ന്. അപ്പൊ ജഡ്ജി പറഞ്ഞു, ഇങ്ങനൊരു ഹദീസ് ഞങ്ങൾ കേട്ടിട്ടില്ല. അതെ, അങ്ങനെ ഹദീസ് ഉണ്ട്. അപ്പൊ ജഡ്ജി ഉത്തരവിട്ടു, നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പണ്ഡിതനും ഏറ്റവും പ്രായം കൂടിയുമായ ഇന്ന ജിന്നിനെ ഹാജരാക്കണം. ഒരു പടുകളവനായ ജിന്നിനെ ഹാജരാക്കി. അദ്ദേഹം ഈ ഹദീസ് കേട്ടപ്പോൾ പറഞ്ഞു, ഇത് സത്യമാണ്. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്, നബിയിൽ നിന്നും ഞാൻ ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. അപ്പൊ നബി തങ്ങളെ കണ്ട ജിന്നവർഗത്തിൽപ്പെട്ട സഹാബിയാണ് അദ്ദേഹം. ആ സഹാബി ആര് കണ്ടു? ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല കണ്ടു. ഞാൻ ഇത് പറയാനല്ല ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആലയോട് ഉദ്ധരിച്ചു മഹാനവറുകള്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു മഹത്വം ഞാനിങ്ങനെ പറഞ്ഞു. മഹാനവറുകളെ പരിശുദ്ധമായ ഹറമിലെത്തി. ഹറമിലെത്തുന്നവരെല്ലാം മദീന മുനവ്വറയിലെത്തും. പവിത്രമായ മദീന മുനവ്വറയിൽ ചെന്ന് മണിക്കൂറുകളോളം മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിച്ചു. അങ്ങനെയാണല്ലോ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. എന്റെ മൗത്തിന് ശേഷം നിങ്ങൾ ആരെങ്കിലും എന്നെ സന്ദർശിച്ചാൽ അവൻ എന്നെ ഹയാത്തിൽ സന്ദർശിക്കുന്നത് പോലെ തന്നെ. മണിക്കൂറുകളോളം ഈ സന്ദർശനം നീണ്ടു. മഹാനവറുകൾ ഒരു മയക്കത്തിലേക്ക് പോയി. മയക്കത്തിൽ ഒരു സ്വപ്നം കാണുകയാണ്. അങ്ങനെയാണല്ലോ
കൈഫിയത്തുൽ വഹിയ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടിയിൽപ്പെട്ട ഒന്നിതാണ്, സ്വപ്നത്തിലൂടെയും വഹി വരും. അപ്പൊ മഹാന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വപ്നത്തിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കും. അത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളത് തന്നെയാണ്. മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി തങ്ങളെ നേർക്ക് നേരെ സ്വപ്നത്തിലൂടെ കാണുകയാണ്. കണ്ടപ്പോ ചോദിച്ചു, അള്ളാഹുവിന്റെ നബിയെ, അവിടുത്തെ ഉമ്മത്തികൾ ചെയ്യുന്ന അഅ്മാലുകളിൽ അവിടത്തേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സന്തോഷമായുമായ കാര്യം ഏതാണ്? നബി തങ്ങൾ പറഞ്ഞു, സ്വലാത്തുക്കും അലയ്യ, അവർ എന്റെ പേരിൽ ചെല്ലുന്ന സ്വലാത്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ഈ അബൂദാബി ബനിയ സുന്നി സെന്റർ അവര് തെരഞ്ഞെടുത്തിരിക്കുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല. അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാൻ ഈ വിഷയം, ഈ സലാത്തുമായി ബന്ധപ്പെട്ട വിഷയം, ഇത് പിന്നെ സംഘാടകരുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ മൗലിദിന്റെ തുടക്കത്തിലാണ്. അന്ന് ഞാൻ കുറെ കാര്യങ്ങൾ സലാത്തിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. റഹ്മാനായ റബ്ബ് വിവരമില്ലാത്ത മഹാഭാവി പറയുന്നതും അത് കേൾക്കുന്ന മഹത്തുക്കളാവുന്ന നിങ്ങൾക്കൊക്കെ റഹ്മാനായ പഠിച്ചവൻ ഇൽമു നാഫിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാണ്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ബഹുമാനികളെ, കേട്ടിട്ടും കാര്യമില്ല. പറയുന്നത് ചെയ്യുക, കേൾക്കുന്നതും ചെയ്യുക, അപ്പോഴാണ് നാഫിയാവുക. ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിനക്ക് ചെയ്യാൻ പറ്റാത്ത എന്തിനാ നീ പറയുന്നത്? അതൊരു വലിയ വർത്താനാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പറയുന്നത് ചെയ്യാൻ അല്ലാഹു, കേൾക്കുന്നത് ചെയ്യാൻ അല്ലാഹു നമുക്ക് ഇരുകൂട്ടർക്കും വിധിയാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഒന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ബഹുമാനികളെ, ഈ സ്വലാത്ത് നമ്മ ചെല്ലുമ്പോ സ്വലാത്തിന്റെ പവർ പറയുന്നിടത്തില് നമ്മൾ ഈ മൗലിദിലെല്ലാം സ്വലാത്തുകളായി ചെല്ലിയതല്ല. മൗലിദിന്റെ ഓരോ ബൈത്തുകളും ചെല്ലുമ്പോൾ നമ്മൾ അതിന് കൊടുക്കുന്ന ജവാബെല്ലാം സ്വലാത്താണ്. യാ റബ്ബി സല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി സലാത്തും വ തസ്ലീമും വ അസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറിൽ ബരിയത്തി. എല്ലാം സലാത്തുകളാണ്, ഇതെല്ലാം സലാത്തുകളാണ്. പഠിച്ചവനെ, പൊന്നാർ നബിത്തങ്ങൾക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, നബിത്തങ്ങൾക്ക് നീ രക്ഷ ചെയ്യണേ അല്ലാ. ഇങ്ങനെ ഈ സലാത്തുകൾ നമ്മൾ ഓരോരുത്തരും ചെല്ലുമ്പോൾ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഖുൽ യഅമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഇതൊരു വല്ലാത്തൊരു പ്രഖ്യാപനമാണ്. നിങ്ങൾ നന്മ പ്രവർത്തിച്ചോ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്ന നന്മ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുന്നു, മുഅ്മിനീങ്ങൾ കാണുന്നു. ഇതൊരു വലിയ സംസാരമാണ്. ഇത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നു. നിങ്ങൾ നന്മ പ്രവർത്തിച്ചോ, അള്ളാഹു കാണുന്നു. നമുക്കാർക്കും അതിനകത്ത് സംശയമില്ല. പടച്ചവൻ നമ്മുടെ എല്ലാം കാണുന്നു. യഅലമു ഖായിനത്തുൽ അയ്നി വമാ തുഖ്ഫി സുദൂർ. കണ്ണുകൊണ്ട് മറച്ചു വെച്ചതും ഹൃദയത്തിൽ ഒളിച്ചു വെച്ചതും എല്ലാം പടച്ചവൻ വരാൻ അറിയുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ അമൽ ചെയ്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുമെന്ന് പറഞ്ഞ പടച്ചവൻ വരാൻ നിർത്തിയില്ല. അവ റസൂലുഹും, അള്ളാഹുവിന്റെ റസൂലും കാണും. നമ്മൾ ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിന്റെ നബിത്തങ്ങൾ കാണുന്നു. ഹദീസിനകത്ത്, സഹീഹായ ഹദീസിനകത്ത് കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫഇന്ന സ്വലാത്ത ഉമ്മത്തി തുഅറദു അലയ്യ, സഹീഹായ ഹദീസാണ്. എന്റെ ഉമ്മത്തികളുടെ അമലുകൾ എന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കപ്പെടുന്നു. ഹദീസിനകത്ത് കാണാം, മറ്റു ഹദീസിനകത്ത് കാണാം, ഇന്ന ലില്ലാഹി തബാറക വ തആല, തീർച്ചയായും പടച്ച തമ്പുരാനക്ക് മലക്കൻ, ഒരു മലക്കുണ്ട്. അഅ്താഹു അസ്മാഉൽ ഖലായിക കുല്ലുഹും, എല്ലാ പടപ്പുകളുടെയും പേരുകളെ അല്ലാഹു തആല മലക്കിന് പഠിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു മലക്ക് ഈ പൊന്നാര നബി തങ്ങൾ പഠിപ്പിച്ചിരിക്കുകയാണ്. എന്റെ മൗത്തിന്റെ ശേഷം എന്റെ ഖബറടത്തിന്റെ അടുക്കൽ ഒരു മലക്കിനെ അല്ലാഹു തആല നിയമിക്കുകയാണ്. ആ മലക്കിന് ദുനിയാവിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പേരുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കും.
എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, മൻ സല്ല അലയ്യ റജുലുൻ വ ഇംറഅത്തുൻ, ഏതെങ്കിലും ഒരു ആണോ പെണ്ണോ എന്റെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുമ്പോൾ ആ മലക്ക് വിളിക്കും, യാ റസൂലല്ലാഹ് സല്ല അലൈക ഫുലാൻ ഇബ്നു ഫുലാൻ, പൊന്നാര നബിയെ ഇന്ന വാപ്പാടെ മോൻ, ഇന്ന വാപ്പാടെ മോൾ തങ്ങൾക്ക് ഇതാ സലാത്ത് സമർപ്പിക്കുന്നു റസൂലുള്ളാഹ്. ഇങ്ങനെ മലക്കനോട് വിളിച്ചു പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, റൗള ഷരീഫിൽ കടന്നുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി സലാത്ത് സമർപ്പിച്ച് ആ അടിമയ്ക്ക് വേണ്ടി റബ്ബിനോട് പൊറുക്കലിനെ തേടും. സലാത്ത് നബിത്തങ്ങൾക്ക് അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ നബിത്തങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന പണിയാണ്. സഹാബാക്കൾക്ക് ഒരു സംശയം ഉണ്ടായി. പൊന്നാർ നബി അവിടുന്ന് മൗത്തായി കഴിഞ്ഞ മണ്ണോട് ഇഴുകി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എങ്ങനെയാണ് ഈ ഖബറെടുത്ത് കിടന്നുകൊണ്ടിട്ട് ദുആ ചെയ്യുന്നത്? ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയാ കമാ ഖാല റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് കൊടുത്ത മറുപടി ഇതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കന്മാരുടെ ശരീരത്തിനെ മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു. യഹൂദന്റെ അനുയായികൾ പൊന്നാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമാകുന്ന മേനി റൗള ഷരീഫിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോകാൻ ഒരു പദ്ധതി. പിന്നെ മദീന ഭരിച്ചുകൊണ്ടിരുന്ന, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, അടുത്ത നാളിൽ പത്രത്തിലുണ്ടായിരുന്നു ആ വാർത്ത. എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാര് അവര് പിന്നെ ത്വരങ്കമെടുത്ത് റൗള ഷരീഫിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഗവർണർക്ക് സ്വപ്നം ഉണ്ടാകുന്നത്. മൊറോക്കോക്കാരായ 2 ചെറുപ്പക്കാർ റൗള ഷരീഫിൽ വന്നിരുന്ന് എഴുപാത്തെടുക്കുന്നുണ്ട്. അവരെ നിരീക്ഷിക്കുന്ന, അവര് ശ്രദ്ധിക്കുന്നു. മൊറോക്കക്കാരാണ്, നല്ല അഴവുള്ള ചെറുപ്പക്കാർ. അങ്ങനെ പട്ടാളത്തിനെ വിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോ ആളുകളെല്ലാം എതിർത്തു. എന്തോ ഒരു നല്ല മനുഷ്യരാണ് ഇവർ, സദക്ക ചെയ്യുന്നവരാണ്, സ്ഥിരമായി ഇബാദത്ത് എടുക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവർ, നന്മ മാത്രമേ പറയാനുള്ളൂ. പട്ടാളത്തിന് മടങ്ങി പോകേണ്ടി വന്നു. വീണ്ടും സ്വപ്നം കണ്ടു. മൊറോക്കക്കാരായ 2 യുവാക്കളെ ശ്രദ്ധിക്ക്, അവർ റൗള ഷരീഫിൽ. നബി തങ്ങളാ സ്വപ്നത്തിൽ വരുന്നത്. ചക്രവർത്തി നേരിട്ട് വന്നു, ഇവരെ പിടിച്ചു. ചോദിച്ചപ്പോ പട്ടാളം വളഞ്ഞിരിക്കല്ലേ, ചോദിച്ചപ്പോ അവര് നിരപരാധികളാണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എവിടെയാ താമസിക്കുന്ന സ്ഥലത്ത്. അവിടെ ചെന്ന് പരിധി നോക്കിയിട്ടൊന്നുമില്ല. ഭരണാധികാരി ഗവർണർ നോക്കുമ്പോ കാണാൻ ഒരു പായ ഇങ്ങനെ അലക്ഷ്യമായിട്ടിരിക്കുകയാണ്. ആ പായ എടുത്ത് ഇങ്ങനെ പൊക്കിയപ്പോ തുരങ്കം അടിയിലേക്ക് കാൽക്കൽ വീണ് കെട്ടിപ്പിടിച്ചു. പ്രഭോ, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. എന്തായി കാണുന്നതെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഇവിടുന്ന് പൊക്കിക്കൊണ്ടുപോകാനുള്ള സംവിധാനവുമായിട്ട് ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾക്ക് വലിയ പാരിതോഷികം യഹൂദ ഭരണാധികാരികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത്? റൗള ഷരീഫിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നിടത്തോളം കാലം മുസ്ലിം സമുദായത്തിന്റെ പരാജയപ്പെടുത്താൻ യഹൂദന്മാർക്ക് കഴിയില്ല എന്ന് ഞങ്ങളുടെ പുരോഹിതന്മാർ വിലയിരുത്തിയപ്പോൾ ഈ ശരീരം ഇവിടുന്ന് പൊക്കിക്കൊണ്ടാൻ വേണ്ടി ഞാൻ വന്നതാണ്. അങ്ങനെയാണ് റൗള ഷരീഫിന്റെ ചുറ്റുവട്ടം ഇന്ന് നമ്മൾ മുകളിലേക്ക് കാണുന്നത് പോലെ ചെമ്പിന്റെ തകിട് ഉരുക്കി താഴത്തേക്ക് ഇറക്കി മതിൽ പണിതിരിക്കുക. നബി തങ്ങളുടെ റൗള ഷരീഫിന്റെ ചുറ്റുമുണ്ട് ചെമ്പിന്റെ മതില് അടിയിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ യഹൂദന്മാർക്ക് ഉറച്ച വിശ്വാസം, ഞാൻ പറഞ്ഞു വരുന്നത് യഹൂദന്മാർക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് നബി തങ്ങളുടെ റൗളയിൽ സമ്പൂർണ്ണമായിട്ട് കിടക്കുന്നു. പക്ഷെ നമ്മുടെ ഒരു വിഭാഗത്തിനൊന്നും വിശ്വാസം കുറവാ. നബി തങ്ങൾ അസന്നിഗ്ധമായി പറഞ്ഞു, ഹറമല്ലാഹു അലൽ അർളി അജ്സാദൽ അംബിയാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ ചെയ്യുന്നതായ നന്മകൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറഞ്ഞു. നിങ്ങൾ ചെല്ലുന്ന സലാത്ത് നിങ്ങളുടെ പേര് പറഞ്ഞ ചുമ്മാ പേര് പറയല്ല, നിങ്ങളുടെ വാപ്പാടെ പേര് കൂട്ടിക്കൊണ്ടിട്ട്. അപ്പൊ ഞാനൊരു സലാത്ത് ചൊല്ലുകയാണെങ്കിൽ പറയും, മുഹമ്മദിന്റെ മകൻ ബാവ അവിടത്തേക്ക് ഒരു സലാത്ത് സമർപ്പിച്ചിരിക്കുന്നു. ഉടനെ നബിത്തങ്ങൾ എനിക്ക് വേണ്ടി റൗളയിൽ കിടന്ന് റബ്ബിനോട് പൊറുക്കലിനെ തേടുന്നതാണ്. ഇതാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. റൂഹ് എന്ന കിതാബിനകത്തുണ്ട് ഞാൻ ഈ പറയുന്ന സംഭവം.
അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറയാ, എനിക്ക് ഏറ്റവും മനസ്സിന് വിഷമമുള്ള കാര്യം, എനിക്ക് മനസ്സിന് ഏറ്റവും വിഷമമുള്ള കാര്യം, ഏറ്റവും നാണക്കേടായ കാര്യം, ഞാനൊരു തിന്മ ചെയ്യുമ്പോൾ എൻ്റെ റസൂലുള്ളാഹി തങ്ങൾ അത് കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കണ്ടോ, നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അതിന് നബി തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നെങ്കിൽ തിന്മയും കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു തിന്മ പഠിച്ചവനെ പൊന്നാർ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാണല്ലോ ഞാൻ, അങ്ങനെ പറഞ്ഞ് ഇവിടെ ജീവിക്കുന്ന ഞാൻ, അള്ളാഹുവെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്ത പണിയാണല്ലോ ഞാൻ ഈ ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് ഞാനൊരു തിന്മ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മാനസികമായി വിഷമിക്കുന്നത്, ഞാൻ ലജ്ജിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്ന നബി തങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. സലാത്ത് ചെല്ലുമ്പോൾ നമ്മുടെ പേരവിടെ വിളിച്ച് പറയുന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ ബഹുമാനികളെ, നമ്മുടെ പേര് ഒരു ദിവസം പരിശുദ്ധ റൗദയില് 100 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ ആ നിമിത്തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് നിർബന്ധമാവും എന്നുള്ളത് ഉറപ്പല്ലേ? അല്ലേ? ഞാൻ ഈ സലാത്തിന്റെ ഭാഗം പറഞ്ഞപ്പോ മൻ സല്ലല്ലാഹു മിഅത്തൻ കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തുൻ മിനൻ നിഫാഖ് വബറാഅത്തുൻ മിനൻ നാർ അസ്കനഹുല്ലാഹു യൗമൽ ഖിയാമത്തി മഅ ശുഹദാ. നമ്മൾ ഓർക്കണ്ടാവും. എന്താ ബഹുമാനികളെ, നമ്മൾ ഒരാളുടെ അടുക്കൽ 100 പ്രാവശ്യം ചെല്ലുകയാണ് ഒരു ദിവസം. ഞാൻ ചോദിക്കട്ടെ, ആ മനുഷ്യന് നമ്മളോട് ഏതെങ്കിലും നിലയ്ക്ക് വിഷമോ വേദനയോ വെറുപ്പോ ഉണ്ടെങ്കിലും അത് ആ മനുഷ്യൻ മറന്നു കളയില്ലേ? 100 പ്രാവശ്യം ഒരാളുടെ അടുക്കൽ നമ്മൾ പോവുകയാണ്. 100 പ്രാവശ്യം നമ്മൾ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുമ്പോ 100 പ്രാവശ്യം അങ്ങനെ നമ്മൾ ചെല്ലിയാൽ നബി തങ്ങളുടെ അടുക്കൽ നമ്മുടെ പേര് 100 പ്രാവശ്യം ചർച്ച ചെയ്യപ്പെടുന്നു. നമ്മുടെ പദവി ഒന്ന് നോക്കിക്ക്, നമ്മളെ മറക്കോ? അതല്ല പറഞ്ഞ ഇന്നൗലന്നാസി യൗമൽ ഖിയാമത്തി അക്തറുഹും അലിയ സ്വലാത്തൻ ഔ കമാ ഖാല റസൂലുള്ളാഹി. നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും അടുപ്പമുള്ളവർ എൻ്റെ പേരിൽ സലാത്തിനെ അധികരിപ്പിച്ചവരാണ്. കണ്ടാ, ആ സലാത്ത് നിങ്ങളെ സമാപിക്കുന്ന ഒരു സംഗമത്തിലായി ഇപ്പൊ കൂടിയിരിക്കുന്നത്. നിങ്ങൾ എത്രയോ ചൊല്ലി, അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, നിങ്ങൾ എത്രയോ എണ്ണം ചൊല്ലി തീർത്തതിന്റെ ഒക്കെ കണക്ക് ധാരാളം ചെല്ലും തോറുന്ന നബി തങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന് അതാണ് ഏറ്റവും ലജ്ജയെങ്കിൽ നമ്മളൊന്ന് ആ വിഷയത്തെ, കാരണം എന്താ ഇപ്പുറത്ത് പറയുന്നുണ്ട്, നിങ്ങൾ നന്മ ചെയ്യൂ, അള്ളാഹു കാണുന്നു, അള്ളാഹുവിന്റെ റസൂലും കാണുന്നു. നിർത്തിയില്ല, വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും കാണുന്നു. നമ്മൾ നന്മ ചെയ്താൽ മുഅ്മിനീങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞാൽ നാമുമായി ബന്ധപ്പെട്ട മുഅ്മിനീങ്ങൾ. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നു എന്ന് പറഞ്ഞത്? നേരത്തെ ബഹുമാനപ്പെട്ട അബ്ബാസ് അലി തങ്ങൾ സൂചിപ്പിച്ചല്ലോ, എല്ലാവരെക്കാളും കൂടുതൽ അത്താകുന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ മറ്റെല്ലാ ജനങ്ങളെക്കാളും നബിത്തങ്ങളിലേക്ക് മഹബത്തുണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഈമാനില്ലാത്തവരായി. അത് നോക്കി. അപ്പൊ നമുക്ക് ഏറ്റവും മഹബത്തുള്ളത് പൊന്നാർ നബിത്തങ്ങളോടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ നന്മ ചെയ്തോ നബിത്തങ്ങൾ കാണും, അള്ളാഹ് കാണും. എന്നിട്ട് പറയുന്നു, പിന്നെ ആര് കാണും? മൂമിനീങ്ങൾ കാണും. മൂമിനീങ്ങൾ ലോകത്തുള്ള എല്ലാ മൂമിനീങ്ങളും ആണോ? നമുക്ക് ബന്ധമുള്ള മൂമിനീങ്ങൾ. അപ്പൊ നമ്മ ഒരു നന്മ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളൊരു തിന്മ ചെയ്താൽ, നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ കാരണവന്മാർ കാണും, നമ്മുടെ വാടും, നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ ഗുരുനാഥന്മാർ കാണും, നമ്മുടെ മശായിഖന്മാർ കാണും. ഹദീസിനകത്തുണ്ട്, നബിത്തങ്ങളുടെ സഹാബാക്കളിൽപ്പെട്ടാണ് ഔഫ് ശുഐബ് എന്ന് പറയുന്ന 2 സഹാബാക്കളുടെ ചരിത്രം പറയുന്നുണ്ട്. ഈ ഔഫ് റളിയല്ലാഹു തആല അൻഹു മൗത്തായതിന്റെ ശേഷം ഈ ശുഐബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് സ്വപ്നം കണ്ടു. അപ്പൊ സ്വപ്നം കണ്ടപ്പോ സ്വപ്നത്തിലൂടെ ചോദിച്ചു, എന്താണ് ഹബീബെ? അൽഹംദുലില്ലാ, വളരെ റാഹത്ത് തന്നെ, സന്തോഷം തന്നെ, വളരെ സന്തോഷം തന്നെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ സലാമത്താക്കി, ഞാൻ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല എനിക്ക് അറിയിച്ചു തരുന്നുണ്ട്. അടുത്ത ദിവസം എൻ്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട പൂച്ചയുടെ വിവരവും ഞാൻ അറിഞ്ഞു. ഞാനൊരു യഹൂദന് 20 ദീനാർ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാത്തതിന്റെ പേര് ഞാനൊരു വേദനയിലാണ്, ആ വിഷയത്തിൽ ഞാൻ ശിക്ഷ അനുഭവിക്കുകയാണ്.
എന്റെ ആ 20 റിയാൽ ഞാൻ യഹൂദന് കൊടുക്കാൻ വേണ്ടി എന്റെ വീടിന്റെ ഇന്ന ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ ചെന്ന് എന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞേക്കണം. ഇത് സ്വപ്നത്തിൽ കൂടെ കാണുകയാണ്. വേറൊരു വിഷയം പറയാനുള്ളത്, എന്റെ ഇളയ മോള്, എന്റെ കുഞ്ഞുമോള് ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ മരണപ്പെടും. അവള് മരണപ്പെടുമ്പോൾ എന്റെ ഭാര്യയോട് കരയരുത്, വിഷമിക്കരുത് എന്നൊന്ന് പറഞ്ഞേക്കണം. മഹാനായ സഅബ് റളിയല്ലാഹു തആല അൻഹു ഈ സഹാബിയുടെ വീട്ടിൽ ചെന്നു. ഇതൊന്നും ചുമ്മാ നാടൻ കാക്കമാർക്കുണ്ടായ അനുഭവമല്ല. അസ്സഹാബി കന്നുജൂം നബിയുനാ റസൂലുള്ളാഹി, എന്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളാണ് എന്ന് വിശേഷിപ്പിച്ച ആ നക്ഷത്രങ്ങളിൽപ്പെട്ട ഒരാളെ സംബന്ധിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഭാര്യ മറിയിൽ വന്നു, സലാം ചൊല്ലി ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ്, അദ്ദേഹത്തിന് എനിക്ക് സ്വപ്നത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞു, ഒരു 20 ദീനാറ് ദിർഹം ഇന്ന യഹൂദന് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു, അത് കൊടുക്കാൻ ഇന്ന ഭാഗത്ത് വെച്ചിട്ടുണ്ടായി, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ല, നിങ്ങളോട് ഒന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് അവിടെ ഇരിപ്പുണ്ടോ നോക്കി. അടയാളം പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോ ആ 20 ദിർഹവും അവിടെ ഇരിക്കുന്നു. ഇവിടെ എപ്പോഴും ഒരു പൂച്ചക്കുട്ടി ഓടി വരാറുണ്ടായിരുന്നില്ല, പൂച്ചക്കുഞ്ഞെന്തി പറഞ്ഞു, അത് കഴിഞ്ഞ ദിവസം ചത്തുപോയി. ഇതൊക്കെ സ്വപ്നത്തിൽ കേട്ടതാണ്. നിങ്ങളെ മോളെ എവിടെ പോയി? കുഞ്ഞുമോളെ എപ്പോഴും ഇവിടെ വരാറുണ്ടായിരുന്നല്ലോ, മോൾ അപ്പുറത്തുണ്ട്, വിളിച്ചു. തലോടി. എന്നിട്ട് പറഞ്ഞു, മോൾക്ക് ചൂടുണ്ടല്ലോ, അതെ അവൾക്ക് പനിയാണ്. അള്ളാഹുവിന്റെ ഖദാ എങ്ങനെയാണെന്ന് അറിയില്ല. ഒരാളുടെ ജീവൻ തീർക്കാൻ, മരണപ്പെടാൻ പനിയായാലും മതി. കുഞ്ഞിനെങ്ങാനും വല്ല അബദ്ധവും സംഭവിച്ചാൽ, മൗത്തായി പോയാൽ, സഹോദരി, നിങ്ങളൊരു കാരണവശാലും സങ്കടപ്പെടരുത് കേട്ടോ, അലമുറയിടരുത് കേട്ടോ. അള്ളാഹു തന്നത് അള്ളാഹു തിരിച്ചെടുക്കാനുള്ളതാണ്, അതെപ്പോഴും സംഭവിക്കാം. അങ്ങനെ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു. ആ പറഞ്ഞ അവധിക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ മോളും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും ഒക്കെ നമ്മളിന്ന് മൗത്തായി പോയ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അൽഹംദുലില്ലാഹ് ഈ സലാത്തിന്റെ, ഈ മൗലിദിന്റെ ഈ സംഗമത്തിൽ, ഈ സമാപനത്തിൽ നമ്മളിവിടെ സംബന്ധിക്കുമ്പോൾ നാമുമായി ബന്ധപ്പെട്ട എത്ര ആളുകൾ ഖബറിലുണ്ട്, അവരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവരിതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി റളിയല്ലാഹു തആല അൻഹു കണ്ട സ്വപ്നം, നബി തങ്ങളെ കണ്ടത്, മൻ റആ ഫിൽ മനാമി ഫഖദ് റആനി ഔ കമാ ഖാല റസൂലുള്ളാഹി, നിങ്ങൾ എന്നെ എങ്ങാനും സ്വപ്നത്തിൽ കണ്ടാൽ എന്നെ തന്നെയാണ് കാണുന്നത്. എന്താ ഇങ്ങനെ പറയാൻ കാരണം? 100 സലാത്ത് പതിവാക്കുന്നതിന്റെ വിശദീകരണം പറയുന്നിടത്തിൽ കാണാം. നമ്മൾ അന്ത്യശ്വാസം വലിക്കുമ്പോൾ നമ്മുടെ മുമ്പില് നമ്മുടെ വാപ്പായോ നമ്മുടെ ഉമ്മായോ ഒക്കെ വന്ന് നിന്നുകൊണ്ടിട്ട് നമ്മളെ സമാധാനിപ്പിക്കും. രക്ഷ കിട്ടണോ, സമാധാനം കിട്ടണോ, താങ്ങാൻ പറ്റാത്ത വേദനയല്ലേ, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയാ, ഈ വേദന ഞാൻ അനുഭവിച്ചപ്പോൾ എനിക്ക് രക്ഷ കിട്ടിയത് ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞിട്ടാണ്. എന്താ വാക്ക്? ഖൈറുൽ അദിയാനി ദീനുൻ നസാറ. ഞാൻ ഈ വാക്ക് പറഞ്ഞപ്പോൾ എൻ്റെ വേദന മാറി. അതുകൊണ്ട് മോനെ, അല്ലെങ്കിൽ മോളെ, 60 കൊല്ലം മുമ്പ് ഞാൻ മരിച്ചുപോയതല്ലേ, ഇപ്പൊ ഞാൻ വന്നത്, ഈ നിർണായകമായ സമയത്ത് ഞാൻ വന്നത് നിന്നെ ഈ വലിയ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നീ ഇത് പറഞ്ഞോ, നിന്റെ വേദനയ്ക്ക് സമാധാനം. ഇതാ ശൈത്താൻ അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്തേക്കണ കരാറ്. ഈ ആദമിന്റെ മക്കളെയൊക്കെ ഞാൻ പഴിപ്പിക്കും എന്ന് പറഞ്ഞാൽ അന്ത്യസമയത്ത് പഴിപ്പിക്കല ഏറ്റവും വലിയ പ്രശ്നം. ആക്ബത്ത് നന്നാക്കണേ എന്നൊക്കെ നമ്മൾ ദ്വാരക്കാറില്ലേ? ഈ ആക്ബത്ത് നന്നാക്കാന്ന് പറഞ്ഞാൽ സക്രാത്തിന്റെ സമയത്ത് ഈമാൻ കിട്ടി മരിക്കുക എന്നായി പറയണേ. അവിടെ ഇവൻ പഴിപ്പിക്കാൻ വരും. അവൻ പഴിപ്പിക്കാൻ തന്നെ ഈ കണ്ടീഷനില്ല. ഇങ്ങനെ വാപ്പ വന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഉമ്മ വന്ന് പറയുമ്പോ വേദന താങ്ങാൻ പറ്റുന്നില്ല, ഞരമ്പുകൾ വലിഞ്ഞു മുറുകുകയാണ്, മനം പോകുകയാണ്, മൂത്രം ഒഴിച്ചു പോവുകയാണ്, തലച്ചോറ് തകരുകയാണ്. താങ്ങാൻ പറ്റാത്ത വേദനയിൽ വാപ്പാടെ ഈ ഉപദേശം അല്ലെങ്കിൽ ഉമ്മാടെ ഉപദേശത്തിൽ പറഞ്ഞു പോകും, ഖൈറുൽ അദിയാനി ദീനുൻ നസാറ. അപ്പൊ കാഫിറായി. ഇതാ അവന്റെ ലക്ഷ്യ. യഥാർത്ഥത്തിൽ ഈ വാപ്പായിട്ടൊന്ന് വാപ്പായാണോ, ഉമ്മായിട്ടൊന്ന് ഉമ്മയാണോ? അല്ല, ഇത് മറ്റവനാണ്. ആ സ്ഥാനത്ത് സലാത്ത് പതിവാക്കിയവരുടെ മുന്നിൽ അഷ്റഫുൽ ഖൽഖി നബിയുനാ റസൂലുള്ളാഹി എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ
അതാ നബി തങ്ങൾ പറഞ്ഞത്, മൻ റആ ഫിൽ മനാമി ഫഖദ് റആനി. എന്നെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശൈത്താൻ കോലം മാറി വരുന്നതല്ല, അത് ഞാൻ തന്നെയാണ്. കാരണം എന്റെ രൂപം ശൈത്താനിന് രൂപപ്പെടാൻ സാധ്യമല്ല എന്നാണ് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഷാഹു വലിയുള്ളാഹി ദഹലവി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടേക്കണേ. ആ നബി തങ്ങളെ പറയുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, എന്റെ പേരിൽ നിങ്ങൾ ചെല്ലുന്ന സ്വലാത്തുകളാണ്. രണ്ടാമത്തേത് അതെന്നറിയോ? നിങ്ങൾ എന്റെ പേരിൽ പറയുന്ന മദ്ഹുകളാണെന്ന് നബിയിന റസൂലുള്ളാഹി. മദ്ഹ് മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് നബി തങ്ങളുടെ പിതൃവ്യനാണല്ലോ. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നി ഉരീദു അൻ തദ്ഹക. നബിയെ, ഞാൻ തങ്ങളുടെ മദ്ഹ് പറയാൻ ഉദ്ദേശിക്കുന്നു റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽ. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞു. നിങ്ങൾ എന്റെ മദ്ഹ് പറയുകയാണെങ്കിൽ ലാ യഗ്ളുലില്ലാഹു ഫാക ഔ കമാ ഖാല റസൂലുള്ളാഹി. നിങ്ങൾ എന്റെ മദ്ഹ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ നാവിൽ അനർത്ഥം ഉണ്ടാകുകയില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഇത് സ്വന്തം പിതൃവ്യനോട് പറഞ്ഞതാ. എന്റെ മദ്ഹ് പറയുന്ന നാക്കില് അനർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ആ നാക്കിൽ നിന്ന് മോശപ്പെട്ട സംസാരങ്ങൾ വരൂല. നിങ്ങളിപ്പോ ഈ അബുദാബി ചെന്നിട്ടും അവിടുത്തെ മിമ്പറയിൽ നിങ്ങൾ കേട്ടത് എന്തെന്നാ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. അങ്ങനെയല്ല നിങ്ങൾ കേട്ടെ. നിങ്ങൾ മക്കത്തിൽ എന്നാലും കേൾക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ മദീനത്തിൽ എന്നാലും കേൾക്കുന്നത് അങ്ങനെ തന്നെയാണ്. നിങ്ങളെ നാട്ടിൽ വന്നാലും കേൾക്കുന്ന അങ്ങനെ തന്നെയാണ്. ഒരു ഖത്തീബും ഒരു മെമ്പറേലും ഈ വഴൽ ഒഴിവാക്കണില്ല. എന്തേ എല്ലാ വെള്ളിയാഴ്ചയും ഇത് കൊടുക്കാൻ കാരണം? അല്ലയോ മുഅ്മിനീങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണേ, അള്ളാഹുവിന്റെ ശിക്ഷേനെ സൂക്ഷിക്കണേ. ഖൂലു ഖൗലൻ സദീദ, നല്ല വർത്താനം പറയണം. നിങ്ങൾ നല്ല വർത്തമാനം പറഞ്ഞാൽ ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളുടെ പ്രവർത്തനം അല്ലാഹ് നന്നാക്കി തരും, നിങ്ങളുടെ പാപം അല്ലാഹ് പുറത്തു തരും. നല്ല വർത്താനം പറഞ്ഞാൽ കിട്ടണതായി പറഞ്ഞ്. സംസാരം നന്നായാൽ നിങ്ങളുടെ പാപം അല്ലാഹ് പൊറുക്കും, നമ്മുടെ പ്രവർത്തനം നന്നാക്കും. ഇത് ചുമ്മാ ആരെങ്കിലും പറയുന്നതല്ല, നിങ്ങളെ സൃഷ്ടിച്ചതായ തമ്പുരാൻ പറയുന്നതാണ്. ആ തമ്പുരാൻ പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. ഈ പറയുന്നതിനെ നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചാൽ നിങ്ങളാണ് ഉന്നത വിജയത്തിന്റെ വക്താക്കൾ. നിങ്ങൾ പിന്നെ പരാജയപ്പെടില്ല. നാക്ക ഇവിടെ പ്രശ്നം. എത്ര നന്മകൾ നമ്മൾ വാരി കൂട്ടിയിട്ടുണ്ടെങ്കിലും ഒരൊറ്റ വെട്ടിന് തകർന്നു. ഒറ്റ വെട്ട്. എന്തോരം ആൾക്കാരുടെ പോണ്. ലക്ഷക്കണക്കിന് സദക്ക ചെയ്യുന്നത്, ലക്ഷക്കണക്കിന്. എന്നിട്ട് ആരെങ്കിലും കൂട്ടുകാരനെ ഒന്നിലും ഫോൺ വിളിക്കും, അല്ലെങ്കിൽ തമ്മിൽ കാണും. അസ്സലാമു അലൈക്കും. എന്താ വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ് റാഹത്ത് തന്നെ. ഇന്നാള് നമ്മുടെ ആ യത്തീമായ കൊച്ചിനെ കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ ആ വിധവയായ 34 വീട്ടിൽ വന്നായിരുന്നോ? എൻ്റെ അടുത്ത് വന്നിരുന്നു. ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ഹദിയ കൊടുത്തു അയാൾക്ക്. എൻ്റെ അടുത്തും വന്നായിരുന്നു. ഞാനൊരു 5 ലക്ഷം രൂപ കൊടുത്തു. ഇടപാട് തീർന്നു. ആ കൊടുത്ത 5 ലക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നീ പെട്ട പാടും നീ പരിശ്രമിച്ച പരിശ്രമവും എല്ലാം ഒറ്റ വാക്ക്. ഞാൻ അവള് വന്നു കഴിഞ്ഞപ്പോ 5 ലക്ഷം രൂപ കൊടുത്തു. എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സദക്ക ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയില്ലേ? ഇതാ ഈ സാധനം. ഈ വക സംസാരങ്ങളൊന്നും നാക്കിൽ വരാതിരിക്കാൻ നബിത്തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞോ, എന്റെ മാഹാത്മ്യങ്ങൾ പറഞ്ഞോ. ലാ യഗ്ളുലില്ലാഹു ഫാക, നിന്റെ വായിൽ നിന്ന് അനർത്ഥങ്ങൾ വരാതിരിക്കാൻ അത് ചെയ്തോ. ബഹുമാനികളെ, ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്ന എന്താ പറ? ഇന്ന് എന്റെ നാവിൽ നിന്ന് വേണ്ടായിത്തരങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടിട്ടാ?
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഈ രണ്ട് സംവിധാനങ്ങളും ഇല്ലാതെയായി പോയി. സലാത്തും ഇല്ലാതെയായി, മദ്ഹും ഇല്ലാതെയായി. ഈ മൗലിദിനകത്തൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന മദ്ഹുകളെല്ലാം എവിടെന്തെങ്കിലും എടുത്തുണ്ടാക്കി എഴുതിയതല്ല. എല്ലാം പരിശുദ്ധ ഖുർആനിന്റെയും സഹീഹായ ഹദീസുകളുടെയും അടിസ്ഥാനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാ. അല്ലാഹു തആല തന്നെ എത്രയോ മദ്ഹു പറയുന്നു നബി തങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ കൂടെ തന്നെ. ഇന്നക ലഅലാ ഖുലുഖിൻ അദീം വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ എന്തെല്ലാം ഇതിൽ പറയുന്നുണ്ട്, എവിടെയെല്ലാം പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ നബി തങ്ങൾ തന്നെ സ്വയം പറഞ്ഞ് സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത സംഭവം ഹദീസിനകത്ത് കാണാമല്ലോ. പള്ളിയിൽ വട്ടം കൂടി നോണ്ടിട്ട് സഹാബാക്കൾ ഇങ്ങനെ ഒരു സംഘം ഇങ്ങനെ കൂടി നോണ്ടിട്ട് പറയാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അബുൽ ബഷർ ആദ്യ പിതാവാണ്. എന്നിട്ട് ആദം നബിയുടെ കുറെ മദ്ഹുകളൊക്കെ അവരിങ്ങനെ ഇത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, കേട്ടോണ്ട് ഇങ്ങനെ വരികയാണ്. നബിയെ സംബന്ധിച്ച് പറഞ്ഞു ഷെയ്ഖുൽ അംബിയാണെന്ന് പറഞ്ഞു. മൂസാ നബീനെ സംബന്ധിച്ച് പറഞ്ഞു കലാമുള്ളയാണെന്ന് പറഞ്ഞു. ഈസാ നബീനെ സംബന്ധിച്ച് പറഞ്ഞു റൂഹുള്ളയാണെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബിയെ സംബന്ധിച്ച് പറഞ്ഞു ഖലീലുള്ളയാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട നബി തങ്ങൾ ഇവരുടെ അടുത്ത് വന്നിട്ട് അങ്ങനെ നിങ്ങൾ എന്താ പറഞ്ഞേന്ന് ചോദിച്ചു. അപ്പൊ ആരും മിണ്ടല്ല. നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. ആദം നബീനെ പറ്റി നിങ്ങൾ പറഞ്ഞു ശരിയാണ്, നൂഹ് നബീനെ പറ്റി എല്ലാ നബി തങ്ങൾ ഇങ്ങനെ അവിടെ യേശു വെച്ചു. ഞാൻ ആരാധന നിങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ പറഞ്ഞു അന ഹബീബുല്ലാഹ് അന ഖാതിമുൽ അംബിയാ അന ഹാമിലുൽ ലിവാഉൽ ഹംദ് അന ഹർറകു ഹൽഖുൽ ജന്ന. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു വലാ ഫഖറ, ഞാനാണ് അല്ലാഹുവിന്റെ ഹബീബ്, ഞാനാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠൻ, ഞാനാണ് നാളെ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന കൊടി പിടിക്കുന്നത്. എന്റെ പുറകിലാണ് ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരും അനുയായികളും. സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് അനക്കുന്നത് ഞാനാണ്. അപ്പോഴാണ് സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നത്. ആദ്യമായിട്ട് അതിൽ പ്രവേശിക്കുന്നത് ഞാനാണ്. ഇതൊന്നും ഞാൻ അഹങ്കാരത്തിന് പറയുന്നതല്ല. നബിത്തങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്തു. ഇത് നബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ മൗലിദിനകത്ത് പറയുന്നത് എല്ലാ നബിത്തങ്ങളുടെ ഇല്ലാതെ ആയോ? മൊത്തം പോയോ? സലാത്ത് പോയോ? ആ സലാത്ത് എന്തിനാ? ഈ സലാത്ത് എന്തിനാ? ഇത് നബിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ടോ? ഇത് റസൂലുള്ളാഹിയുടെ കാലത്ത് ചെയ്തിട്ടുണ്ടോ? ഇത് ബുഖാരിയിലുണ്ടോ? ഇത് മുസ്ലിമിലുണ്ടോ? അഞ്ചേരം നിസ്കരിക്കണ്ടല്ലോ. അഞ്ചേരം നിസ്കരിക്കണത് ബുഖാരിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമോ? ഈ നിസ്കരിക്കണ കൈഫിയത്തും കാര്യങ്ങളൊക്കെ അതൊക്കെ എവിടുന്നാ കിട്ടുക? അത് മദ്ഹബിന്റെ ഇമാമികൾ രേഖപ്പെടുത്തി തന്നതാ. ഖുർആനെടുത്ത് നോക്കിയാൽ കിട്ടുമോ? പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന രേഖ. അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു തരാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണ് അഷ്റഫുൽ ഖൽഖി നബീന റസൂലുള്ളാഹി. തങ്ങൾ എങ്ങനെയാ? നിങ്ങളെ ഹദീസിനകത്ത് പോയി നോക്കി നിസ്കരിച്ചോന്നല്ല നബി പറഞ്ഞേ. ഖുർആനിനകത്ത് നോക്കി നിങ്ങൾ നിസ്കരിച്ചോന്നല്ല പറഞ്ഞേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാ നിസ്കരിക്കുന്നത് നിങ്ങൾ നോക്കൂ, അതുപോലെ നിങ്ങൾ നിസ്കരിച്ചോ. ഹജ്ജ് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ തന്നെ. ഇതൊക്കെയല്ലേ പ്രവർത്തനങ്ങളുള്ളത്. ഞാൻ എങ്ങനെ ഹജ്ജ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കി ഹജ്ജ് ചെയ്തോ. ഖുർആനിനകത്ത് നോക്കി ചെയ്തോളാനല്ല പറഞ്ഞു, അല്ലെങ്കിൽ ഹദീസിനകത്ത് നോക്കി ചെയ്തോളാനല്ല പറഞ്ഞു. ഇതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത്, നബി തങ്ങൾ പിന്നെ ഹജ്ജ് ചെയ്തത്, നബി തങ്ങൾ ജനാസ പരിപാലിച്ചത്, ഇതെല്ലാം സഹാബാക്കൾ പകർത്തി സഹാബാക്കളിൽ നിന്ന് മദ്ഹബിന്റെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെയാണ് സംഭവം. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് ഓതിക്കൊടുത്തു. സഹാബാക്കൾ അത് മനഃപ്പാടമാക്കി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തെ രേഖപ്പെടുത്തി. അങ്ങനെയാ. നബി തങ്ങളുടെ കാലത്ത് ഖുർആൻ രേഖപ്പെടുത്തിയിട്ടില്ല. നബി തങ്ങൾ ജീവിച്ച് കാണിച്ചു, സഹാബാക്കൾ അത് ജീവിതത്തിലേക്ക് പകർത്തി. സഹാബാക്കൾ പകർത്തിയത് മദ്ഹബിന്റെ ഇമാമികൾ രേഖപ്പെടുത്തി. അങ്ങനെയാണ് മദ്ഹബ് ഉണ്ടായത്. ലോകത്തറിയപ്പെട്ട മദ്ഹബുകൾ 4 അതിനകത്തു നിന്നൊക്കെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മൗലിദ് ഉണ്ടായതും മദ്ഹ് ഉണ്ടായതും സലാത്തിന്റെ ഈ പറയപ്പെട്ട രൂപങ്ങൾ ഉണ്ടായതും ഒക്കെ നമ്മുടെ ഇമാമിങ്ങളിൽ നിന്നിട്ടാണ് ഇതൊക്കെ രൂപപ്പെട്ടത്. കുമാരികളെ ഇന്നതെല്ലാം ഇല്ലാതെ ആയില്ലേ? ആഖിർ സമാന്റെ അടയാളമല്ലേ? ഞാൻ ഈ ഹദീസ് ഓതിക്കൊണ്ടിട്ട് പരിപാടി നിർത്തുകയാണ്. യതഖാറബു സമാൻ യൻഖുസുൽ ഇൽമ വയബ്ഖ അശ്ശുഹ യക്ഥറുൽ ഹർജ് ഖീല മൽ ഹർജ് യാ റസൂലല്ലാഹ് ഖാല അൽ ഖത്ൽ ഖാല അൽ ഖത്ൽ. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോ.
എന്നിട്ട് ഈ സലാത്തും ഈ മൗലിദും ഒക്കെ നമ്മുടെയൊക്കെ കുടുംബത്തിലും നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ പള്ളികളിലും മദ്രസകളിലും ഒക്കെ നിലനിർത്തേണ്ടതാണോ? നിലനിർത്തിയാലല്ലേ ഇതിനൊക്കെ പ്രശ്നത്തിന് പരിഹാരമാകുന്ന ഈ ഹദീസ് കേട്ടിട്ട് നിങ്ങൾ വിലയിരുത്തിക്കും. നബി തങ്ങൾ പറയുന്നു, ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു. എണ്ണോണ്ട ക്രമമായിട്ടാണ് നബി തങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നത്. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ്, അല്ലേ? ഖിയാമത്ത് നാളിലേക്ക് എത്തുന്നു. എന്തെല്ലാം അടയാളങ്ങൾ കണ്ടു കഴിഞ്ഞു. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന 4 സ്വഭാവങ്ങൾ നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. യൻഖുസുൽ ഇൽമ്, ഒന്നാമത്തെ ദുസ്വഭാവം ഇതാണ്, ജനങ്ങളുടെ ഇടയിൽ രൂപപ്പെടുന്നു വിജ്ഞാനം ഇല്ല, വിജ്ഞാനം കുറയുന്നതാണ്. ഇത് വലിയ വിശദീകരണം ആവശ്യമുള്ള പോയിന്റുകളാണ്. പക്ഷെ നിങ്ങൾക്ക് അതിന്റെ വിശദീകരണമൊന്നും ഇല്ലെങ്കിലും ഇതിന്റെ ഈ പോയിന്റ് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. വിജ്ഞാനം കുറയുന്നു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു 50 കൊല്ലം മുമ്പുള്ള വിജ്ഞാനാണോ ഇന്നുള്ളത്? അതെയോ? ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ ഒരാൾക്ക് ഒരു വിദ്യാർത്ഥിക്ക് എഞ്ചിനീയർ ആണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ ഡോക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആണെങ്കിൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പുറം സംസ്ഥാനത്തേക്ക് പോകണം. ഇന്ന് മുട്ടിന് നമ്മുടെ കേരളത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, മെഡിക്കൽ കോളേജ് ഉണ്ട്, പിന്നെ LLB കോളേജ് ഉണ്ട്, എല്ലാം. അപ്പൊ വിജ്ഞാനം കൂടിയോ അതേ കുറഞ്ഞോ? നബി തങ്ങൾ പറഞ്ഞത് വിജ്ഞാനം കുറയുന്നതാണ്. നമ്മളിവിടെയൊക്കെ കാണുന്ന വിജ്ഞാനം കൂടിയേക്കുന്നതാണ്. ഈ വിജ്ഞാനമല്ല അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ച വിജ്ഞാനം. മനുഷ്യനെ മനുഷ്യത്വത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യനാക്കി തീർക്കുന്ന അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജ്ഞാനം, അത് ഖുർആനിന്റെ വിജ്ഞാനമാണ്, ഹദീസിന്റെ വിജ്ഞാനമാണ്. അത് ലോകത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? മൊത്തം കുറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാ ഭാഗത്തും. നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുക. നമുക്കൊരു കുഞ്ഞുണ്ടായി, അതിനൊരു 3-4 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും നല്ല ആലിമിന്റെ അടുക്കൽ അല്ലെങ്കിൽ ഒരു തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കൊണ്ട് ബിസ്മി പറയിപ്പിക്കലാണോ? അള്ളാഹ് എന്ന് പറയാൻ പഠിപ്പിക്കലാണോ? റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തലാണോ? അതെയോ ഏറ്റവും മോഡലായിട്ട്, ഏറ്റവും വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കലാണോ നമ്മുടെയൊക്കെ മനസ്സിന്റെ തേട്ടം? അല്ലാണ്ട് പുറത്തുള്ളവരാരും അന്വേഷിക്കണ്ട. നമ്മുടെയൊക്കെ സ്വയം മനസാക്ഷിയോട് ചോദിക്കുക എവിടെ എത്തി. ഇന്ന് തന്നെ അറബി കോളേജുകൾ തന്നെ 95% നിലനിൽക്കുന്നത് മറ്റ് വിജ്ഞാനങ്ങളിലേക്ക് സമൂഹത്തിന് ആകർഷകത്വം കൊടുത്തിട്ടാ. എന്ന് പറഞ്ഞാൽ ചെറിയ തവളക്കുഞ്ഞിനെ അല്ലെങ്കിൽ ചെറിയ എരേനെ കൊത്തിയിട്ടിട്ട് വലിയ മീനിനെ പിടിക്കുന്നവരെ ഇന്ന് ഉസ്താദന്മാരൊക്കെ കോളേജ് നടത്തുന്നത് അങ്ങനെയാ. ഇവിടെ LLBക്ക് സൗകര്യമുണ്ട്, ഇവിടെ എഞ്ചിനീയറിംഗ് സൗകര്യമുണ്ട്, ഇവിടെ കമ്പ്യൂട്ടർ സൗകര്യമുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുട്ടികളെ അതിലേക്ക് ആകർഷിപ്പിച്ചിട്ട് സൈഡിൽ കൂടെ ഖുർആൻ കയറ്റി കൊടുക്കുക. ശരിയാണോ അത്? ഇനി അങ്ങനെ കൊടുത്തുന്നിരിക്കട്ടെ, കൊടുത്താൽ തന്നെയും ഈ പഠിക്കുന്നവരിൽ എത്ര ശതമാനം നമ്മുടെ മുൻഗാമികളെ പോലെ പഠിക്കുന്നവരുണ്ട് എന്നെടുത്ത് പരിശോധിക്കുമ്പോൾ ഇൽമു വളരെ താഴ്ത്തേക്ക് പോയി. നമ്മുടെയൊക്കെ മഹല്ലുകളിൽ തന്നെ എടുത്ത് പരിശോധിച്ചാൽ ഒരു 30 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 40 കൊല്ലം മുമ്പ് നമ്മുടെ മഹല്ലിൽ ഇരുന്നതായ ഖത്തീബിന്റെ അത്രയും പരിജ്ഞാനവും തഖ്വയും ഇന്ന് വന്ന ഖത്തീബിനുണ്ടാവില്ല. അങ്ങനെ കുറഞ്ഞു വരികയാണ്. ഇൽമിനെ ഉയർത്തപ്പെടും. നമ്മുടെയൊക്കെ നല്ല, എന്റെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ എത്രയോ നല്ല മഹാന്മാരൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. എത്രയോ നല്ല മഹാന്മാർ. ഇപ്പൊ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഇങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും മൂലക്ക മുക്കിൽ ഏതെങ്കിലും 1, 1.5, 2 ഉണ്ടെന്നുള്ളതല്ലാതെ എവിടെയുണ്ട് ബഹുമാനികളെ മുഖലിസീങ്ങളായ ഉലമാക്കൾ? അപ്പൊ അതാണ് യൻഖുസുൽ ഇൽമ്. ശ്രദ്ധിച്ചോട്ടോ നിങ്ങള്. സലാത്തിനും മദ്ഹിനും ഒക്കെ വല്ല മഹത്വം ഉണ്ടോന്ന് നോക്കിയോ. വിജ്ഞാനം കുറയുന്നു എന്ന് പറഞ്ഞ നബിത്തങ്ങൾ പറയുന്നു, വിജ്ഞാനം കുറഞ്ഞാൽ പിന്നെ അടുത്ത് തന്നെ വിപത്ത് ഏതാണെന്നറിയോ? പിശുക്ക് അധികരിക്കലാണ്. വിജ്ഞാനം കുറഞ്ഞാൽ പിന്നെ പിശുക്കന്മാർ അധികരിക്കും. എവിടെയാ പിശുക്ക്? പറ. വിദേശ രാജ്യത്ത് പോയി താമസിക്കുന്ന നിങ്ങൾക്കൊക്കെ വല്ല പിശുക്കുണ്ടോ? കാറിന് കാറ്, വീടിന് വീട്, AC ക്ക് AC, പിന്നെ മട്ടന് മട്ടൻ, ചിക്കന് ചിക്കൻ,
ഉടുപ്പിന് ഒരു ഉടുപ്പല്ല 9,000 ഉടുപ്പ്, എത്ര 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 ഡ്രസ് ഉണ്ട് എന്നെടുത്ത് പരിശോധിച്ച് നോക്കി. നിങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ജീവിക്കുമ്പോഴൊന്ന് ചിന്തിച്ചു നോക്കി. 1 കിലോ ചാള ഉണ്ടെങ്കിൽ ഒരാഴ്ച കൂട്ടുവായിരുന്നു. മത്തി ഒരാഴ്ച. ഇന്ന് 5 കിലോ നെയ്മീൻ കൊണ്ടുവന്നാല് ഐക്കൂറ, ഞങ്ങളുടെ ആലുവയിലൊക്കെ പറയും നെയ്മീൻ 5 കിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉച്ചക്ക് കൊണ്ടുവന്ന് കൊടുത്താൽ വൈകുന്നേരം ആകുമ്പോ ഉണ്ടാവില്ല. എന്തേ? ഉച്ചക്ക് എല്ലാവരും അത് റോസ്റ്റ് ചെയ്ത് പൊള്ളിച്ച് പൊരിച്ച് അല്ലാതെ വെച്ച് എല്ലാം പാടെ, പിന്നെ അതൊക്കെ കൂടെ ഇങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? കുറച്ചൊക്കെ തിന്നു, കുറച്ചൊക്കെ അടുത്ത കാട്ടിലേക്ക് കളഞ്ഞു. ഭക്ഷണത്തിനകത്തൊക്കെ സൂക്ഷ്മത ഇല്ലാത്ത ഒരു അവസ്ഥ വന്നെങ്കിൽ അല്ലാഹു തആല നമ്മളൊന്നും വിട്ടൂല. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും വരുന്നില്ല. നിങ്ങൾ ഈ ഹദീസിന്റെ ക്രമം ഒന്ന് മനസ്സിൽ കുറിച്ചോ. ലോകം അതിന്റെ അവസാനത്തിലേക്ക് എത്തുന്നു, വിജ്ഞാനം കുറയുന്നു. വിജ്ഞാനം കുറഞ്ഞാൽ പിന്നെ അടുത്ത പടി എന്താ? പിശുക്കന്മാർ അധികരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പഴയ ജീവിതമാണോ ഇന്ന് ജീവിക്കുന്നതല്ല? അപ്പൊ പിന്നെ എവിടെ പിശുക്ക്? ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ കുറച്ചാൾ വള്ളിക്കുടുത്തി പോയിട്ടുണ്ട്. അപ്പൊ പോകുമ്പോ എനിക്ക് ആകെ ഒരു ജോഡി ഡ്രസ്സുള്ളൂ, ഒരു തുണി, ഒരു ഷർട്ടും. അത് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ഈ 5 ദിവസവും അത് തന്നെ ഇടുന്നു. പുസ്തകം എല്ലാം കൂടി അന്നൊരു കറുത്ത റബ്ബർ കിട്ടും, അതിന് 1 പൈസയാ റബ്ബറിന്. ആ റബ്ബർ മേടിച്ചിട്ട് ഇങ്ങനെ ഈ പുസ്തകത്തിന്റെ കെട്ട് ഇങ്ങനെ അടക്കി വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ അതങ്ങോട്ട് റബ്ബറങ്ങിടും. എന്നിട്ട് ഇത് ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ടാ പോണേ. ഈ പുസ്തകം ഇങ്ങനെ തോളത്ത് വെച്ചോണ്ടു, തോളത്ത് ഇങ്ങനെ വെച്ച് ഷർട്ടിന്റെ ഇവിടെ കീറും. പിന്നെ കൂടെ നടക്കണവർ എന്ത് ചെയ്യും? നമ്മുടെ തോളത്ത് പിടിച്ചോണ്ട് കിടക്കും. തോളത്ത് പിടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. തോളത്ത് ഇങ്ങനെ കൂട്ടുകാരൻ പിടിച്ച് അവിടെയും കീറുമ്പോ എന്ത് ചെയ്യും? ഷർട്ട് അകോമ്പുറം മറിച്ചിട്ട് ഉമ്മത്ത് കുത്തി തരും, സൂചി നൂലും വെച്ച്. ഇന്ന് സൂചി നൂലും വെച്ച് തുന്നി കൊടുക്കണ ഷർട്ടുണ്ടോ? കീറിയതുണ്ടോ? എന്റെ ബഹുമാനികളെ, ഇന്നിടുന്ന യൂണിഫോം നാളെ ഇടുവോ? ഞാൻ ചോദിച്ചു തന്നെ എന്താണെന്നറിയോ? എവിടെയാണ് പിശുക്ക്? ഒരു പിശുക്കും നമ്മുടെ ജീവിതത്തിലില്ല. പിന്നെ എന്താ നബി തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, ഏറ്റവും വലിയ പിശുക്കൻ ആരാണ്? ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. അവൻ മൻ ദുഖിറത ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി, എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ. ഇന്ന അബ്ഖലൻ നാസി മൻ യുദ്കറ ഇൻദഹു ഫലം യുസല്ലി അലയ്യ ഔ കമാ ഖാല റസൂലുള്ളാഹി, എന്റെ പേര് കേട്ടപ്പോൾ എന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്തവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ആ പിശുക്കന്മാർ ലോകത്ത് അധികരിക്കുന്നതാണ്. നിങ്ങൾ പറ, നിങ്ങളുടെ മഹല്ലിൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ, നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ വീട്ടിൽ ഇന്ന് പിശുക്കന്മാർ അധികരിച്ചിട്ടുണ്ടോ? ബിദ്ഈ പ്രസ്ഥാനം ലോകത്ത് വ്യാപകമാകുന്നു എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങളൊരു സലാത്ത് ചെല്ലാൻ, ഒരു മൗലിദ് നടത്താൻ തീരുമാനിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ വാപ്പ എതിർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ മോൻ എതിർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അളിയൻ എതിർക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയാപ്പിള എതിർക്കും. ആയോ? പെൺകുട്ടികളുമായി തുടങ്ങി ധാരാളം സ്ത്രീകൾ ഇന്ന് ബിദ്ഈ പ്രസ്ഥാനത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അപ്പൊ ബിദ്അത്തുകാർ ലോകത്ത് അധികരിക്കുമെന്ന ഇതിന്റെ പച്ചയായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ഉണ്ടോ? ഇതെവിടെ നിന്നുണ്ടായി? വിജ്ഞാനമില്ലാതെ വന്നു. അത് തന്നെ. സലാത്ത് എന്താണെന്ന് ഉമ്മത്തിന് അറിയില്ല, മദ്ഹ് എന്താണെന്ന് ഉമ്മത്തിന് അറിയില്ല, മൗലിദ് എന്താണെന്ന് ഉമ്മത്തിന് അറിയില്ല. അറിയാതെ വന്നപ്പോൾ പിശുക്കായി, സലാത്തില്ലാത്ത അവസ്ഥയായി. ഇങ്ങനെ സലാത്തില്ലാത്തൊരവസ്ഥ വന്നാൽ അപ്പൊ എന്താ പറഞ്ഞത്? ഖിയാമത്ത് നാൾ അടുക്കുന്നു, വിജ്ഞാനം കുറയുന്നു, പിശുക്കന്മാർ അധികരിക്കുന്നു. നാലാമത്തത് യക്സുറുൽ ഹർജ്, ഹർജ് അധികരിക്കും എന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ചോദിക്കപ്പെട്ടു, മൽ ഹർജ് യാ റസൂലുള്ളാഹ്, എന്താണ് നബിയെ ഹർജ്? ഖാല അൽ ഖത്ൽ, അത് കൊലപാതകങ്ങളാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്തിനാണ് എന്നെ കൊന്നത് എന്ന് കൊലയാളിക്ക്, കൊല്ലപ്പെട്ടവൻ അറിയില്ല. കൊലയാളിക്ക് ഞാൻ എന്തിനാണ് കൊന്നതെന്നറിയില്ല. ഈ വിധത്തിൽ കൊലപാതകത്തിന്റെ പരമ്പരകൾ
നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ശരിയാണോ? പട്ടിയെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ മോശമായ നിലയ്ക്ക് ഇപ്പൊ ഇന്ന് പത്രത്തിൽ കണ്ടതാണ്. ബീഹാറിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചതിന്റെ ആഘോഷം പ്രകടനമായി പോയപ്പോൾ പള്ളി, ഏറ്റവും കൂടുതൽ ബീഹാറിൽ പഴക്കമുണ്ടായിരുന്ന മുസ്ലിം പള്ളി, അത് കത്തിച്ചു. ആകെ 50-60 കുടുംബക്കാരെ അവിടെ ഉള്ളൂ. അതുങ്ങളോടൊക്കെ നാട്ടു വിട്ടോളാൻ പറഞ്ഞു. പള്ളിയെല്ലാം തല്ലിപ്പൊളിച്ച് തകർത്ത് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം അപഹരിച്ചു. പരിസരത്തുണ്ടായിരുന്ന കടകളും വീടുകളും ഒക്കെ തല്ലിപ്പൊളിച്ചു. എന്ത് കുറ്റം ചെയ്തിട്ട് പറ? അവർക്കറിയില്ല, ഈ കൊല്ലുന്നവർക്കറിയില്ല ഞാൻ എന്തിനാണ് ഈ കക്ഷീനെ കൊല്ലുന്നത്. കൊല്ലപ്പെടുന്ന ആൾക്കറിയില്ല എന്നെ എന്തിനാണ് കൊല്ലുന്നത്. ഈ നിലയ്ക്ക് ലോകത്ത് കൊലപാതകങ്ങൾ വ്യാപകമാകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, എന്നാ നബി ഇത് പറഞ്ഞതല്ലേ മുസ്ലിയാരെ, ഇനിയിപ്പോ ഇത് വരാതിരിക്കൂലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അതിനെ അനുകൂലിക്കലല്ല വേണ്ടത്. പിന്നെ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് കാണുന്നുണ്ടെങ്കിൽ പരിഹാരത്തിന്റെ മാർഗം സലാത്ത് കൊണ്ടുവരലാണ്. ശരിയാണോ? സലാത്ത് കുറഞ്ഞപ്പോൾ കൊലപാതകങ്ങൾ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഇതിനൊക്കെ ഉള്ളൊരു പരിഹാരം പൊന്നാർ തങ്ങളിലേക്ക് മഹബത്ത് വെക്കലാണ്. നിങ്ങളിൽ നബിയുണ്ടോ? മക്കക്കാരോടാ പറഞ്ഞേക്കണേ, നമുക്ക് ബാധകല്ലേ. നിങ്ങളിൽ പ്രവാചകനുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് അദാബില്ല, നിങ്ങൾക്ക് ശിക്ഷയുണ്ടാവൂല. നബീനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോവാ. നബിത്തങ്ങളെ കൊണ്ടുവരുന്നത് എങ്ങനെയാ? നബിത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമാലുകൾ ചെയ്തുകൊണ്ടാണ്. സലാത്ത് നമ്മൾ പെരുപ്പിക്കുമ്പോൾ, മദ്ഹുകൾ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ താനെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിൽ നന്മകൾ വരുമെന്നല്ലേ ഇതിന് കിട്ടിയത്. അതല്ലേ നമ്മൾ പറഞ്ഞത്, ലാ യഗ്ദുലില്ലാഹു ഫാക, നിന്റെ വായിൽ നിന്ന് അനർത്ഥം വരാതിരിക്കാൻ നീ എന്റെ മദ്ഹുകൾ പറഞ്ഞോ എന്ന് നബിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, ഈ സലാത്തിൽ കൂടിയും മദ്ഹിൽ കൂടിയും മനുഷ്യത്വത്തിലേക്ക് നമുക്ക് മടങ്ങാൻ പറ്റൂന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥമല്ലേ? സമയം കുറെ വൈകി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ ഈ മഹാഭാവിക്കും കേട്ട അള്ളാഹുവിന്റെ അടിയാറുകളായ നിങ്ങൾക്കും അള്ളാഹുവിന്റെ ഹബീബിനെ ഹയാത്തിൽ സ്വപ്നത്തിലൂടെ ദർശിക്കാൻ, മൗത്താകുമ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ റഹ്മാനായ റബ്ബ് ഈ അമല് കാരണമാക്കി തന്ന അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെ എല്ലാം വിലപ്പെട്ട ദുആകളിൽ മഹാനായ സയ്യിദ് അവറുകൾ ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. മഹാനവറുകളുടെ ദുആയിന് ഇതൊക്കെ അതിൽ പെട്ടത് തന്നെയല്ലേ ബഹുമാനികൾ. മഹാനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ അവരുകളെ കൊണ്ടിട്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കാൻ കാരണം എന്താ? അബ്ബാസ് അലി തങ്ങളെക്കാളും വലിയ ആലിം നമ്മുടെ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? അതെയോ? അല്ലാഹുവേ തറക്തു ഫീക്കും സഖലൈൻ കിതാബുല്ലാഹി വഅഹ്ലു ബൈത്തി ഔ കമാ ഖാല റസൂലുള്ളാഹി. രണ്ട് നിധികൾ ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഒന്ന് അള്ളാഹിന്റെ കിതാബാണ്, രണ്ടാമത്തെ എന്റെ അഹ്ലു ബൈത്താണ്. അല്ലേ? പൊന്നാർ നബി തങ്ങളെ ഇബ്രാഹിമി സലാത്തിന് പവർ കൂടിയത് എന്തുകൊണ്ടാ? കുടുംബത്തിനെ ഉൾപ്പെടുത്തിയത് കൊണ്ടിട്ടാ, അല്ലാണ്ട് വേറെ പവറൊന്നുമില്ല. അതാ ഏറ്റവും വലിയ പവറുള്ള സലാത്തായിട്ട് ഇബ്രാഹിമി സലാത്ത് വന്നത്, നബിത്തങ്ങളുടെ കുടുംബം. അപ്പൊ മഹാനായ തങ്ങളെ കൊണ്ടിട്ട് നമ്മൾ ദുആ ചെയ്യിപ്പിച്ചു. റഹ്മാനായ റബ്ബേ, കണ്ണെത്താ ദൂരത്തിരുന്ന് കൊണ്ടിട്ട് കാണാവുന്ന നിലയിൽ ഇരുന്ന് പഠിച്ചവനെ ഈ നടത്തിയതായ ദുആയെല്ലാം റഹ്മാനെ ബഹുമാനപ്പെട്ടവരിൽ നിന്നും ആമീൻ പറ, ഞങ്ങളിൽ നിന്നെല്ലാം അല്ലാഹുവേ നീ കബൂലാക്കണേ. റഹ്മാനെ, ഈ മഹാഭാവിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടി നിങ്ങളുടെയും വിലപ്പെട്ട ദുആകളിൽ ഞങ്ങളെ പങ്കാളികളാക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി അപേക്ഷിച്ചുകൊണ്ടും എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ ഈ സന്ദർഭത്തിൽ അവസാനിപ്പിക്കുകയാണ്. റഹ്മാനായ റബ്ബേ, ഈ മഹത്തായ സംഗമത്തിൽ പങ്കാളികളായ ഞങ്ങൾക്കെല്ലാം പൊന്നാർ നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം തരണേ. റഹ്മാനെ, പഠിച്ചവനെ മരിക്കുന്നത് വരെ ഞങ്ങളുടെ നാവ് കൊണ്ട് ധാരാളം ഈ പരിശുദ്ധമായ സ്വലാത്തിനെ അധികരിപ്പിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. പഠിച്ചവനെ, ഞങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതായ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്ഹുകളെല്ലാം മൗലിദുകളെല്ലാം അള്ളാഹുവേ ജീവിതകാലം മുഴുവൻ ഞങ്ങൾക്ക് നിലനിർത്താനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ. പഠിച്ചവനെ, റഹ്മാനായ അല്ലാഹ്, മഹത്തായ അമലിന്റെ ബർക്കത്തുകൊണ്ട് പഠിച്ചവനെ നാടാകെ വ്യാപകമായി കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ വളരെയധികം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിരുന്ന് സംസാരിക്കുന്ന എൻ്റെ ഈ ആലുവായിലെ പുറയാർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തില് എല്ലാം അറിയും. ഞാൻ നിങ്ങൾ
നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടുത്തി തന്ന നിങ്ങളുടെ ബഹുമാന്യനായ പ്രവർത്തകൻ ജാബിർ ബിൻ നൂഹ് മൗലവി, അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരെ എന്റെ വീടിന്റെ അടുത്ത് വിവാഹം കഴിച്ചിട്ടു. അപ്പൊ അറിയാം, ഞാൻ എന്റെ ഗ്രാമം അദ്ദേഹത്തിനൊക്കെ അറിയാം. ഇവിടെയും അവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി വന്നിരിക്കുകയാണ്. റഹ്മാനായ റബ്ബി സ്വലാത്തിന്റെ ബർക്കത്തുണ്ട് നമ്മുടെ എല്ലാ നാടുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ഉമ്മത്ത് തിങ്ങി പാർക്കുന്ന നാടുകളിൽ നിന്ന് റഹ്മാനായ റബ്ബേ അമലിന്റെ ബർക്കത്തുണ്ട്. അല്ലാഹുവേ, ഈ മഹാവിപത്തിനെ നീ നീക്കി തന്ന അനുഗ്രഹിക്കണേ പടച്ചവനെ. റഹ്മാനായ അല്ലാഹ്, ഈ വിപത്ത് നാട്ടിൽ നിന്ന് നീങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ബഹുമാനികളെ ജനാസ വന്ന് കാണാനോ വേണ്ടതുപോലെ പരിപാലിക്കാനോ മറികടക്കാനോ നിവൃത്തിയില്ലാത്ത വിധത്തിലുള്ള മൗത്ത് ധാരാളം അല്ലാഹുവിന്റെ അടിയാറുകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്കോ ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കോ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബാദികൾക്കോ ഞങ്ങളുമായി ഹൈറായ ബന്ധങ്ങളുള്ളവർക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോയി ജനാസ കാണേണ്ടതായ ഒരു മനുഷ്യർക്കും പടച്ചവനെ ഈ വിപത്ത് നീങ്ങുന്നതിന് മുമ്പ് മൗത്ത് വരാതെ കാക്കണേ അല്ലാഹ്. റഹ്മാനായ പടച്ചവനെ, ജീവിക്കുന്ന കാലം അള്ളാഹുവെ കിടക്കയിൽ കിടന്ന് കിടക്കുന്നിടത്തിൽ നിന്ന് വിരിപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യേണ്ട അവസ്ഥയിലേക്കൊന്നും അല്ലാഹ് ഞങ്ങളെ ആരെയും എത്തിക്കാതെ കാക്കണേ തമ്പുരാനെ. പടച്ചവനെ, കുടുംബക്കാരെയും ബന്ധുക്കളെയും വേണ്ടപ്പെട്ടവരെയൊന്നും കാണാൻ നിവൃത്തിയില്ലാത്ത ICU എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ആ പ്രത്യേക റൂമിനകത്ത് കയറി കിടക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്ക് ആർക്കും വരുത്താതെ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പലരും രോഗികളായിട്ടുണ്ട്. ഷിഫയ്ക്ക് വേണ്ടി പ്രത്യേകം ഉസ്താദെ ദ്വാരക്കണമെന്നൊക്കെ പറഞ്ഞേൽപ്പിച്ച എൻ്റെ ഒരു സുഹൃത്ത് കാക്കനാട് ഒരു ഇബ്രാഹിം എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിന്റെ, എൻ്റെ ഒരു ആത്മ സുഹൃത്തുണ്ട് അവിടെ. പിന്നെ അദ്ദേഹത്തിന്റെ അനുജൻ ഇബ്രാഹിം എന്ന് പറയുന്ന ഒരാൾ ഈ അസുഖം ബാധിച്ചിട്ട് ഇപ്പോൾ ഈ ആലുവയിൽ തന്നെ ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ICUയിലാണ്. റഹ്മാനായ റബ്ബ് പൂർണ്ണമായ ശിഫ നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അതുപോലെ പാലക്കാട് PKH എന്ന് പറയുന്ന ഹനീഫ ഹാജിയുടെ സഹധർമ്മിണി ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടായ നിലയ്ക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ICUയിലേക്ക് കയറ്റും എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അള്ളാഹുവെ, പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. റഹ്മാനായ അള്ളാഹുവെ, ഞങ്ങൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊന്നും പടച്ചവനെ ഇതുപോലൊരു അവസ്ഥ വന്നുപെടാതെ, പ്രത്യേകിച്ചും അള്ളാഹുവെ 10,000-കണക്കിന് മൈലുകൾ അകലെ പോയി മനുഷ്യത്തിന് വേണ്ടി പാടുപെടുന്ന ഇതിന്റെ സംഘാടകർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കൊന്നും പടച്ചവനെ ഇതുപോലുള്ള അസുഖം വന്നുപെടാതെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. പടച്ചവനെ, ഈ വിദേശത്ത് പോയി പണിയെടുക്കുന്ന ഈ പാവങ്ങളൊന്നും അള്ളാഹുവെ ഒരു കടത്തിന്റെ ഗണിയിലോ ഒരു കള്ള കേസിലോ കൊടുക്കാതെ ഒക്കെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. റബ്ബുൽ അദീമായ നാഥ, ഞങ്ങൾക്കോ അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾക്കോ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കൊന്നും പടച്ചവനെ ഈ പറയപ്പെട്ട നിലയ്ക്കുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമം വരാതെ, ഒരു അപകടത്തിൽ പെടാതെ, കടത്തിൽ കുടുങ്ങാതെ, അള്ളാഹുവെ കേസിൽ പെടാതെ ഒക്കെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ധാരാളം ഈ ഉമ്മത്തിന്റെ അടിയാറുകൾ കള്ളക്കേസിലൊക്കെ കുടുങ്ങി തടവറയിലാ പടച്ചവനെ നീ മോചനം കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ധാരാളം ഈ ഉമ്മത്തിന്റെ പെൺകുഞ്ഞുങ്ങളൊക്കെ പടച്ചവനെ ധിക്കാരികളായ നാശകാരികൾ ആക്രമിച്ചുകൊണ്ട് പടച്ചവനെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അള്ളാഹുവെ, ഉമ്മത്തിനെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന ധിക്കാരികളായ മജൂസികളെ, അള്ളാഹുവെ യഹൂദരെ, നിസാറാക്കളെ, ധിക്കാരികളെ അള്ളാഹുവെ അവരെ നീ ഭിന്നിപ്പിക്കുകയും അള്ളാഹുവരുടെ ശക്തി നിക്ഷേപിക്കുകയും ചെയ്യുന്ന തമ്പുരാനെ. റഹ്മാനായ അള്ളാഹ്, ദീനിന്റെ ഇസ്സത്തിനെ അള്ളാഹുവെ നിലനിർത്തണേ പടച്ചവനെ. ജീവിക്കുന്ന കാലം പടച്ചവനെ നിന്നെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നിർഭയമായി സ്വന്തം കുടുംബത്തിലും സ്വന്തം പള്ളിയിലും ഒക്കെ നിസ്കരിക്കാനും ഇബാദത്തെടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം അല്ലാഹു ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ചൈനയിലെല്ലാം പരിശുദ്ധ ഖുർആൻ പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് പൊതിഞ്ഞ് പുഴയിലേക്ക് ഇടുന്നു. കാരണം അധികാരികളായ ഭരണാധികാരികൾ ഖുർആനുള്ള കുടുംബത്തിന് ശിക്ഷ കൊടുത്തോണ്ടിരിക്കുക. പടച്ചവനെ, അങ്ങനെയുള്ള ധിക്കാരികളെയൊക്കെ അള്ളാഹുവെ നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹ്, ലോകമെമ്പാടും പടച്ചവനെ ഉമ്മത്തിന്റെ പേരിൽ, ഈ ദീനിന്റെ പേരിൽ ഉമ്മത്ത് പരിശ്രമിക്കുന്ന പരിശ്രമത്തിനെല്ലാം നീ വിജയത്തിലാക്കി തരണ റഹ്മാനെ. അള്ളാഹ്, മരിക്കുമ്പോൾ ഭയാനകമായ ശക്രാത്ത് ഞങ്ങൾക്കെല്ലാം എളുപ്പാക്കി താട്ടെ അള്ളാഹ്. പടച്ചവനെ, ഞങ്ങൾ മൗത്തായി ഖബറിടത്തിൽ അടക്കപ്പെട്ടവർക്കൊക്കെ പടച്ചവനെ ഖബർ നരകക്കുഴിയാക്കാതെ കാക്കണേ തമ്പുരാനെ. ഈ മഹാഭാവിയുടെ പിതാവും എൻ്റെ ഭാര്യ പിതാവും അടക്കം ഞങ്ങളുടെയൊക്കെ കുടുംബത്തിനൊക്കെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് ജാബറിന്റെ വാപ്പ, അതുപോലെ ജാബറിന്റെ ബഹുമാനപ്പെട്ട ഉമ്മ, അങ്ങനെയുള്ള പലരും ഒക്കെ, അതുപോലെ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയെ വിവാഹം കഴിച്ച വട്ടപ്പാറ മുഹമ്മദ് ബഷീർ എൻ്റെ ഉസ്താദ് കൂടിയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും ഒക്കെ ഖബറിലാണ്. വർഷം വരാൻ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരൊക്കെ ആരെല്ലാം ഖബറിലുണ്ടോ അവരുടെ എല്ലാ നന്മകൾ നീ അധികരിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. തിന്മകൾ മാപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ നന്മകളെല്ലാം അവർ കാണുകയാണ് പടച്ചവനെ. ഞങ്ങളുടെ ഒരു തിന്മയും അവർക്കൊന്നും കാണാൻ, പ്രത്യേകിച്ചും മുത്തനബിക്ക് കാണാൻ ഇടവരുത്താതെ അല്ലാഹ് ഞങ്ങളെയൊക്കെ കാക്കണേ തമ്പുരാനെ.
റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരവയവങ്ങളും പഠിച്ചവനെ റസൂലുള്ളാഹിക്ക് വിഷമമുണ്ടാക്കുന്ന, റസൂലുള്ളാഹിന്റെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലാഹുവേ ഞങ്ങളുടെ ഒരു അവയവങ്ങളെ നീക്കാതെ പഠിച്ചവനെ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. നാക്കുകൊണ്ട് നല്ലത് മാത്രം പറയാനുള്ള മഹാഭാഗ്യം തരണം റഹ്മാനെ. ചോദിക്കാൻ അറിയാൻ പാടില്ല, അർഹതയില്ല, ഞങ്ങൾക്ക് അതിനുള്ള അവകാശവും ഇല്ല. അള്ളാഹുവെ, പൊന്നാരബി തങ്ങളുടെ ഉമ്മത്തിനുള്ള ഒരു അഡ്രസ്സാണ് ഞങ്ങൾക്കുള്ളത്. പഠിച്ചവനെ അഡ്രസ്സ് മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവേ, നിന്റെ ഹബീബായ സയ്യിദായ ഖുർറത്തുൽ ഐനായ ലോകത്തിന്റെ മുത്തായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്തെല്ലാം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ റബ്ബേ, അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മുത്തനബി എന്തിൽ നിന്നെല്ലാം അഭയം തേടിയിട്ടുണ്ടോ പഠിച്ചവനെ, അതിനെ തൊട്ടെല്ലാം അള്ളാഹുവെ നിന്നോട് ഞങ്ങൾ കാവലിനെ തേടുന്നു, ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. السلام عليكم.